മൂന്ന് പാലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം കഥലേ. വികസനം എന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ് വികസനം. വേറെ ലെവലിൽ വികസനമാണ് ഇപ്പം മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊട്ടാകെ. അതിൽ വേറൊരു അഭിപ്രായ വ്യത്യാസമല്ലേ കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്നേഹിതന്മാരെ, ഞാനുള്ളത് നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ മുകളിലാട്ടോ. അറപ്പുഴ പാലത്തിൻ്റെ മുകളിലെ ന്യൂ വിശേഷങ്ങളാണ്. അറപ്പുഴ പുതിയ പാലത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു, വാഹനങ്ങളൊക്കെ ഓടിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്തുള്ള പുതിയൊരു പാലത്തിൻ്റെ വർക്കുണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ഒരു മെർജിങ് പോയിൻ്റ്, ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രിയിലൂടെ വാഹനങ്ങൾ ഇവിടെ ഇപ്പം ഈ ഡിവൈഡർ ഇവിടെ നേരെ കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തിരിയേണ്ട സമയത്തൊക്കെ വാഹനങ്ങൾ ഇവിടെ ചെറിയൊരു ബ്ലോക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ റിസോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ ചിലപ്പോൾ അതിലങ്ങനെ തിരിട്ടോ. റാവിസ് 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അത് ഇവിടുന്ന് തിരിയലാണ് ഇപ്പോൾ സാധാരണ ഇപ്പോൾ കണ്ടുകൊണ്ട് വരുന്നത്. എന്തായാലും നമ്മുടെ പുഴയുടെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മുടെ പുതിയ പാലത്തിൻ്റെ അവിടെയുള്ള സർവീസ് റോഡ് ഇങ്ങനെ പോന്നിട്ട് ഇവിടെയൊക്കെ ബ്ലോക്ക് ഇങ്ങനെ വെച്ചില്ലല്ലോ. സർവീസ് റോഡിന് ആളുകൾ നേരിട്ട് ഇങ്ങനെ പോന്നിട്ട് പുഴയിലേക്ക് ഒരൊറ്റ പോക്കായിട്ട് പോകും. ഇവിടെയൊക്കെ ഇതുവരെയുള്ള ഈ തൊടി വരെയുള്ള ആളുകൾക്കൊക്കെ ഉള്ളൊരു റോഡായിരിക്കും. ശരിക്കും രണ്ട് ഭാഗത്തും സർവീസ് റോഡായിട്ട് പാലം വേണം. ഇനിയും ഒരു പാലം നിർമ്മിക്കാമെന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരും കേട്ടോ. ഭാവിയിലൊക്കെ അതൊക്കെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. അപ്പോൾ ആ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഞാൻ കുറേ ആയി കണ്ടിട്ട് വന്നങ്ങോട്ട് പോയി നോക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. പുഴയുടെ അടിയിലുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ. പാലത്തിൻ്റെ അടിഭാഗത്തെ ഫുള്ള് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ. നല്ല വൃത്തിയായിട്ടാണ് നമ്മുടെ. അടിപൊളി. പഴയ കാഴ്ച എങ്ങനെയുണ്ടെന്നുള്ളത്, പഴയ കാലത്തുള്ള കാഴ്ച എൻ്റെ പഴയ വീഡിയോ എന്നൊരു പീസ് ഇട്ട് ഞാൻ ഇതിൻ്റെ എടുത്തിടാം. പഴയ അറപ്പുഴ വർക്ക് തുടങ്ങുന്ന സമയത്തുള്ളതും അതുപോലെ ഇപ്പോഴത്തും. അറപ്പുഴ പഴയ പാലവും വർക്ക് കഴിയാത്ത ഒരു ഏരിയയും ഇപ്പം നോക്കി നിങ്ങൾ എന്ത് ഹരല്ല കാണാൻ. അടിപൊളിയാട്ടോ, നല്ല രസം. വാഹനം ബ്ലോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നു. ഇവിടെയൊക്കെ ഒരു 4-5 മാസം മുമ്പ് എന്തേലും അവസ്ഥ, ഫുള്ള് ബ്ലോക്കും ഒരു രക്ഷയില്ലാത്തൊരു ഏരിയ ആയിരുന്നു. പോലീസുകാർക്കൊക്കെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ പഴയ പാലം ഒന്ന് മോഡിഫൈ ചെയ്യാണ്ട് നമ്മുടെ സർവീസ് റോഡുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. സർവീസ് റോഡ് പാലത്തിൻ്റെ വർക്ക് എന്തായെന്ന് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് 1, 2, 3 ഒരു 4 പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാ ഇവിടെ ലാസ്റ്റ് പിയറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ലാസ്റ്റിലേക്ക് ഇത് പൈലിങ് ചെയ്തിട്ടുണ്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പൈലിങ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നത്. എന്തായാലും അതുപോലെ പിയർ ഉണ്ടാവില്ല. അതാണ്ടോ ഈ ലാസ്റ്റ് ഇവിടെ സൈഡിലേക്ക് വരുന്ന അവസാന ഭാഗം. ആ ഭാഗത്ത് വലിയ പാറ ആയതുകൊണ്ട് അപ്പാരെ കോൺക്രീറ്റ് ആയിരുന്നു. പണ്ട് വീഡിയോ എല്ലാം ചെയ്തിരുന്നു കേട്ടോ. അടിപൊളി കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ ചെയ്തത്. അത് നല്ലൊരു ചിലവുള്ള പരിപാടി ആയതുകൊണ്ടായിരിക്കാം ഇവരിത് പൈലിങ് ചെയ്യാൻ നോക്കുന്നത് കേട്ടോ. അവിടെ ഒരുപാട് കോൺക്രീറ്റ്, അതെന്താ അതിലേക്ക് എടുത്തിട്ടുള്ളത്. പൈലിങ്ങിന് ആവശ്യമായ അതിനെന്തെങ്കിലും ചളിയിലൊക്കെ ആവശ്യമുണ്ടാവും. എന്തായാലും ഇതൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അങ്ങനെ അറപ്പുഴ പാലത്തിൻ്റെ ഈ വശത്തേക്ക് എത്തിയിട്ടോ. മൂന്നാമത്തെ ബ്രിഡ്ജിൻ്റെ വർക്കിൻ്റെ ഈ വശത്തേക്ക് എത്തി. ഈ വശത്തുള്ള വർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് പൈലിങ് ആൻഡ് പിയർ ക്യാപ്പിൻ്റെ വർക്കും ഒക്കെ കഴിഞ്ഞു. ഇവിടെ ഹിന്ദിക്കാരൊക്കെ ഇവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത്. നമ്മുടെ പൈലിങ്
ഹോൾസിലേക്കുള്ള റിങ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, 4 അടി വിസ്താരമുള്ള 4 അടി ഉണ്ടാവും. 4 അടി വിസ്താരത്തിലുള്ള റിങ്ങുകളാണ്. കൂടുതൽ പൈലിങ്ങിനും അതെന്നാട്ടാ യൂസ് ചെയ്തായിട്ട് കാണുന്നത്. ഇവിടേക്ക് വരുമ്പം മഴ, ഈ പ്രാവശ്യത്തെ മഴ വല്ലാതെ അങ്ങോട്ട് വെള്ളം പൊങ്ങിയിട്ടില്ല. പ്രളയത്തിൽ സംഭവിച്ചതുപോലെ ഒന്നും അത്രത്തോളമൊന്നും പ്രാവശ്യത്തെ മഴ അങ്ങനെ അങ്ങോട്ട് പൊങ്ങിയില്ല. എന്നാലും വെള്ളം എല്ലാ സമയത്തും കയറുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് വെള്ളം കയറിയതും ഒക്കെയാണ്. 1 2 3 4 5 6 7 35 21. യെസ്, ഒരു 250 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജാട്ടോ ഇത്. ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡൊക്കെ കൂടി ആയിട്ട് ഒരു 350 മീറ്റർ ഉണ്ടാവും. ഓക്കെ, അത്രയും നീളമുള്ള 2 ബ്രിഡ്ജ് ഇപ്പം ഓൾറെഡി പണ്ട് കഴിഞ്ഞതും ഇപ്പം കഴിഞ്ഞതൊക്കെ കൂടിയായിട്ട് കഴിഞ്ഞു. ഇനി 3ാമതൊരു ബ്രിഡ്ജാണ് ഇവിടെ വരുന്നത്. ആ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഭായിമാർ അവിടെ എന്താ വേസ്റ്റ് തങ്ങിയുന്നത് ഒഴിവാക്കി അവർ കുറച്ച് കൂടുതൽ അവിടെ തങ്ങിയിട്ടുണ്ടാകും. അതൊക്കെ ഒഴിവാക്കി വിടുകയാണ്. ഇതൊക്കെ നമ്മുടെ കടൽ ഭാഗത്ത് ജീവിക്കുന്നവരുടെ അടുത്തേക്കാണ് മൊത്തം പോകുന്നത് കേട്ടോ. അവിടെ ഫുള്ള് കരക്കലങ്ങനെ അടിഞ്ഞു കൂടും. നമ്മുടെ ബാർജ് ഇവിടെ വെയിറ്റിങ്ങിലാണ്. ഒരു ബാർജ് അവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി അയച്ചു കൊണ്ടുപോകട്ടോ. ഇനി ഇവർക്ക് ഇതൊക്കെ സംഭവം ഒക്കെ അയച്ച് വേറെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. ഇനി അപ്പുറത്തെ ഭാഗത്ത് എന്തായാലും പാലം ഇപ്പം ഇല്ല, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. റാവിസ് 5 സ്റ്റാർ ഹോട്ടലിൻ്റെ നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. യെസ്, ഇതാ ഇവിടെയൊക്കെ പല പദ്ധതികളും വരാനുള്ളട്ടോ. ഈ ഒരു തുരുത്തിൽ എത്ര നല്ല കുറേ ഏക്കർ സ്ഥലമുണ്ട്. ഫുള്ള് തെങ്ങനാണ്. ഇപ്പം തെങ്ങുള്ളവർക്കൊക്കെ നല്ല ഭാഗ്യമാണ്. നല്ല വില അല്ലേ. തെങ്ങ് ചെറിയ ബുദ്ധിമുട്ടോണ്ട് മുറിച്ച ആളുകളൊക്കെ സ്ലിപ്പായി കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കാഴ്ച എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ഊരാളുങ്ങളുടെ ഗേഡർ, നല്ല ഹൈറ്റുള്ള ഗേഡർ, അടിപൊളി. കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞാണ്. ഒരടി ഹൈറ്റ് മാറ്റമുണ്ട് നമ്മുടെ പുതിയതിൻ്റേത്. എന്തായാലും പഴയ ഒരു വർക്കും ഇതും തമ്മിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഈ പാലത്തിൻ്റെതും ഊരാളുങ്ങളുടെ വർക്ക് പ്രത്യേക വർക്ക് തന്നെയാണ്. അവരുടെയൊക്കെ നല്ല ഫിനിഷിങ്, നല്ല കട്ടറുപ്പുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ്. പക്ഷേ ഇവരുടേത് അങ്ങനെയല്ല എന്ന് പറയുന്നില്ല കേട്ടോ. അതും വേറൊരു ഡിസൈന്, അതും നല്ല ഉറപ്പുള്ള സീസണാണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു സ്ട്രോങ് ആയി തോന്നും. ഗാഡറുകളൊക്കെ ആ നിൽക്കുന്ന നിപ്പും, ഗാഡറുകൾ അത് ശരിക്കും അതിൻ്റെ അടിയിൽ ഒരു ബെയറിങ്ങിൻ്റെ മുകളിലാണ് അതവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതിന് എങ്ങനെ നിൽക്കും, അതൊക്കെ ഇളകി പോകാതെ വെച്ച് മനസ്സിലിങ്ങനെ കണ്ടിരിക്കുമാണ് അതിന് സപ്പോർട്ടായിട്ട് അവരടിയിൽ വലിയൊരു ബീം അങ്ങനെ എല്ലാ ഗാഡറും കൂടി ഒരുമിച്ച് അങ്ങനെ വാർക്കുന്നത്. ഇതിൻ്റെ അടിയിൽ അങ്ങനെ ബീം വാർത്തതായിട്ട് കാണുന്നില്ല. ഈ മോൾ ഭാഗത്ത് ഉണ്ടാവാം. അപ്പോൾ എന്തായാലും അതിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള പിയർ ക്യാപ്പിൻ്റെ ഒരു ഡിസൈന് എന്താ വായ് സെൻട്രൽ ഭാഗമായിട്ടാണോ? അതെന്താ അങ്ങനെ ഒരു ഡിസൈന്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്താളിട്ടോ. നല്ല രസമുണ്ട് കാണാൻ ആ പിയർ ക്യാപ്പ്. യെസ്, ഇതിവിടുത്തെ പൈലിങ്ങും ആ ഭാഗത്തുള്ള ആ 3 വരിയുടെ പൈലിങ്ങും ഒക്കെ സെയിം ആട്ടോ. വീതിയിൽ കുറച്ചൊരു മാറ്റം ഇതിനുണ്ട്. ആ പിയർ ക്യാപ്പിൻ്റെതും ഇതും തമ്മിലുള്ള ഇതിനൊരു 3 ഗാഡറേ വരുന്നുള്ളൂ തോന്നുന്നു. ഇവരെ പഴയ പാലത്തിൻ്റെ അതേ വീതിയിലാണ് ഈ ഭാഗത്ത് വരുന്നത്, 2 വരിക്കുള്ള. ഇതാണ് നമ്മുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. യെസ്, 1 2 3 3 പാലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം കഥല്ലേ. വികസനം എന്ന് പറഞ്ഞാൽ ഇതാണ്, റോഡ് വികസനം വേറെ ലെവലിൽ വികസനമാണ് ഇപ്പം മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലൊട്ടാകെ. അതിൽ വേറൊരു അഭിപ്രായ വ്യത്യാസമല്ലേ കേട്ടോ. അത്രയ്ക്കും നല്ല വികസനം പല ഭാഗത്ത്, പ്രത്യേകിച്ച് കാശ്മീരിലൊക്കെ എന്നാ വർക്കുകളാണ് നടക്കണറിയോ. നെക്സ്റ്റ് നമ്മുടെ യാത്ര കാശ്മീരിലേക്കൊരു യാത്ര പോകണം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താളിട്ടോ. സപ്പോർട്ട്, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെയാണ് ചെയ്യുക. എന്നിട്ട് വേണം
അവിടുത്തെ ഫുൾ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ. ഇപ്പം കാര്യമായിട്ട് ഇപ്പം എന്താ പറയുക ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ, 6 വരിപ്പാത അറിയണമെങ്കിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഏരിയ ഒക്കെ ഒന്ന് മുറിച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാ. അതാ നമ്മുടെ പഴയ പാലവും പുതിയ പാലവും തമ്മിൽ ഏകദേശം 2 അടി മാറ്റമുണ്ട്. നമ്മുടെ പഴയ പാലത്തിൻ്റെ കോലവും പുതിയ പാലവും നോക്കിയാൽ അടിപൊളിയായി. പഴയ പാലത്തിൽ ഫുട്പാത്തുകളൊക്കെ ഉണ്ട്, പക്ഷേ പുതിയ പാലത്തിൽ ഫുട്പാത്ത് അതിൻ്റെ പുറത്ത് സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 3ാമത്തെ പാലത്തിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമ്മുടെ മാമ്പുഴ പാലത്തിൻ്റെ അവിടെ ചെയ്തതുപോലെ ആ ക്രാഷ് ബാരിയർ അങ്ങോട്ട് പൊളിക്കും, അവിടുത്തെ ഫുട്പാത്തും അങ്ങോട്ട് പൊളിക്കും. ഇത് രണ്ടും തമ്മിലൊരു ജോയിൻ്റ് ഉണ്ടാവും കേട്ടോ. ജോയിൻ്റ് രണ്ടും ഒരുമിച്ചുള്ള ഒരു റോഡായി മാറും. സർവീസ് റോഡും ഇതും തമ്മിൽ തൊട്ടടുത്ത് കൂടെ പോകുന്ന റോഡായിട്ട് മാറും. അങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ലൈറ്റ് കത്തിയ ഏരിയ കേട്ടോ. ഇതൊക്കെ ഫുള്ള് ലൈറ്റ് കത്തിയ ഏരിയ ആണ്. നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ മൊത്തത്തിൽ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പൂളാടിക്കുന്ന് വരെയൊക്കെ ഏകദേശം കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ അർപ്പയ ഭാഗത്തെ വിശേഷങ്ങൾ. അവ എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ അത് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.